മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ എല്ലാ വകുപ്പുകളുടെയും അടിയന്തര യോഗങ്ങൾ ആരംഭിച്ചതായി ജില്ലാ കളക്ടർ ഷാജി വി നായർ പറഞ്ഞു. ജില്ലയിലെ ഡ്രെയിനേജുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാന ബണ്ടുകൾ തുറക്കുന്നതിനും മണ്ണ് നീക്കം ചെയ്യുന്നതിനുമായുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മഴക്കാല മുന്നൊരുക്കത്തിന് നമ്മൾ അടിയന്തര സ്വഭാവത്തിൽ മീറ്റിങ്ങുകൾ കൂടി തുടങ്ങിയിട്ടുണ്ട്. അത് എല്ലാ വിഭാഗങ്ങളെയും ഈ പറഞ്ഞ ഫയർഫോഴ്സ്, പോലീസ്, അതുപോലെ LSTD ആദ്യം തന്നെ ഈ പറഞ്ഞ ഡ്രെയിനേജുകളുടെ ക്ലീനിങ്ങിന് അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ പ്രധാനപ്പെട്ട ബണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നതും അതിലെ മണ്ണ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. KMML അതുപോലെ മേജർ ഇറിഗേഷൻ, മൈനർ ഇറിഗേഷൻ അവരുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിംഗ് ഓൾറെഡി കൂടിയിട്ടുണ്ടായിരുന്നു. അതിൽ നടപടികൾ അടിയന്തര സ്വഭാവത്തിൽ ചെയ്യേണ്ടതാണ് പലതും. ഇപ്പോൾ 50 മീറ്റർ ഇപ്പോൾ തന്നെ അവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഗുലേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഷട്ടറുകൾ റെഗുലേറ്റ് ചെയ്യാനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ കുറച്ചുകൂടെ മൺസൂൺ ശക്തമായി വരുന്ന ഒരു സാഹചര്യം കൂടെ അറ്റൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് കുറച്ചുകൂടെ മണ്ണ് ഏതാണ്ട് 300 മീറ്ററോളം മാറ്റാനുള്ള നടപടികൾക്കും ആവശ്യമായ തീരുമാനങ്ങൾ എടുത്തു വരുന്നുണ്ട്. മാത്രമല്ല ഈ കടൽ ഭിത്തി നിർമ്മാണത്തിൻ്റെതും ഈ നിലവിലുള്ള നിർമ്മാണങ്ങൾ വിലയിരുത്താനായിട്ട് നാളെ തന്നെ മീറ്റിംഗ് യോഗം കൂടുന്നുണ്ട്. ബാക്കി അടിയന്തര സ്വഭാവത്തിൽ മാനേജ് ചെയ്യാനുള്ള ടീമെല്ലാം സജ്ജമാണ്. അതിൽ വില്ലേജ് ഓഫീസർമാർക്കും അതുപോലെ തഹസിൽദാർമാർക്കും ആവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിന്റെ വിലയിരുത്തൽ നടന്നു വരുന്നുണ്ട്. കടൽഭിത്തി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി പ്രത്യേക യോഗങ്ങൾ ചേരും. വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും കളക്ടർ വ്യക്തമാക്കി. കുട്ടനാട് മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതിന് മുൻപ് തന്നെ ആവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കുട്ടനാട് മേഖലയിൽ നമുക്കറിയാവുന്നതാണ്. കുട്ടനാട് മേഖലയിൽ വെള്ളം പോകുന്ന ഏതാണ്ട് ആ സമയത്ത് നമ്മളും അതിന് മുമ്പ് തന്നെ വളരെ മുമ്പ് തന്നെ നമ്മൾ ഈ അവരുടെ ഷെൽട്ടറുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഏത് മേഖലയിലാണ് ഒരുക്കേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ കൃത്യമായ ഒരു തീരുമാനം എടുത്തു വെക്കാറാണ് പതിവ്. അത് ഇത്തവണയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ജീവനക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഫണ്ട് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവർക്കും ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്.